അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ പാസ്കൽസ് ലോയും മുമ്പ് പറഞ്ഞു, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതേ രൂപത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഇതും ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളാണ്, അതിൻ്റെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ചില റിലേഷൻസ് ആണ് എന്ത് ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ആ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കൊരു പൈപ്പിൻ്റെ ഒക്കെ ഒരു വരച്ചിട്ട് നമുക്ക് ആ ബെർണോളിസ് പ്രിൻസിപ്പിൾ അതിൻ്റെ കേസിൽ ശരിയാണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എനർജി അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് എന്തൊക്കെ എനർജി ആണെന്നുള്ളത്. ഏതാണ്? അതായത് ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ദ ടോട്ടൽ എനർജി ഏതൊക്കെ എനർജി? ഒന്ന് പ്രഷർ എനർജി, ദെൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അതായത് പ്രഷർ കാരണം അതിലൊരു പൊട്ടൻഷ്യൽ അല്ലേ, അതിന്റെ ആ പ്രഷർ കാരണം ഒരു എനർജി ഉണ്ടാവും. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ പ്രഷർ കാരണം ഉണ്ടാകുന്ന എനർജി. പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ, ആ വെയിറ്റ് മാസ് കാരണം എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഒരു എനർജി ഉണ്ടാവും. മറ്റൊന്ന് കൈനറ്റിക് എനർജി, ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ വെലോസിറ്റി ഉണ്ട്, അത് കാരണം ഒരു എനർജി ഉണ്ടാവും. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പൊ അത് മൂന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ എനർജി കിട്ടും. ആ ടോട്ടൽ എനർജി ഓഫ് ആൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് അല്ലെ, ഒരു കംപ്രസ് ചെയ്യാൻ പറ്റാത്ത വിസ്കസ് അല്ല, നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ജസ്റ്റ് നല്ലൊരു ഫ്ലൂയിഡ്, ഇപ്പോൾ വാട്ടർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ, അങ്ങനെ സ്റ്റഡി ആയിട്ട് ഫ്ലോ ചെയ്യുകയാണ്. ടെർബുലന്റ് ഫ്ലോ എന്നാണ്, വളരെ സ്റ്റഡി ആയിട്ട് കാമാൻ കോയിൽ സ്റ്റഡി ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ത്രൂ എ പൈപ്പ്, ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റിമൈൻസ് എ കോൺസ്റ്റന്റ്, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ആ പൈപ്പ്, നമ്മുടെ കയ്യിൽ ഒരു പൈപ്പ് ഉണ്ട് അല്ലെ, ഒരു വാരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയയുള്ള ഒരു പൈപ്പാന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു പൈപ്പാണ്. അപ്പോൾ ഇതിന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ കുറച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ്, ഇവിടെ എന്താണ് കുറവാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ചൊരു വോളിയം സബ്സ്റ്റൻസ് എടുക്കുകയാണ്, ഇവിടെ കുറച്ച് വോളിയം സബ്സ്റ്റൻസ് എടുക്കുകയാണ്. ഇതിന്റെ ടോട്ടൽ എനർജിയും നിങ്ങൾ കണ്ടുവെക്കുക. അതല്ലെങ്കിൽ ഏതൊരു പോർഷനിൽ നിങ്ങൾ ആ ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി കാണുമ്പോൾ, അപ്പോൾ അതായത് ഇവിടുത്തെ പ്രഷർ എനർജി, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ തന്നെ ഇവിടുത്തെ കൈനറ്റിക് എനർജി, ഇനി അതേപോലെ ഇവിടെയും നിങ്ങൾ കണ്ടുപോകുക മൂന്നും കൂടി ടോട്ടൽ എനർജി. അതായത് ഒരു യൂണിറ്റ് വോളിയം ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട്, ഈക്വൽ വോളിയം സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിന്റെ ടോട്ടൽ എനർജി ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഭാഗത്താണെങ്കിലും അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ എക്സ്പ്രഷൻ ആണ് എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് ദ ലിക്വിഡ്. നമ്മൾ ഇവിടെ യൂണിറ്റ് മാസ് ലിക്വിഡിന്റെ എനർജിയുടെ എക്സ്പ്രഷൻ ആണ് P/ρ പ്ലസ് GH പ്ലസ് ഹാഫ് V² ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതിനെ നമ്മൾ ഓരോന്നിനും ഓരോ പേരുകൾ പറയാറുണ്ട്. ഇതിനെ പ്രഷർ ഹെഡ്, ഇത് ഗ്രാവിറ്റേഷണൽ ഹെഡ്, ഇത് വെലോസിറ്റി ഹെഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് ഈ ലോ പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഏതൊരു യൂണിറ്റ് മാസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം എടുത്തു വെക്കുകയാണ്, ആ സബ്സ്റ്റൻസിന്റെ ടോട്ടൽ എനർജി എന്താ? ടോട്ടൽ എനർജി ഏതൊക്കെയാണ്? പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഇതിന്റെ മൂന്നിന്റെയും സമ്മ്, ആ ടോട്ടൽ എനർജി ഏതൊരു ഭാഗത്ത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ഒരു നോൺ അൺകംപ്രസിബിൾ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എവിടെയും എല്ലാ സ്ഥലത്തും ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഈ പ്രിൻസിപ്പിൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഒരു പൈപ്പ് വരച്ചിട്ട് അതിന്റെ രണ്ട് എൻഡുകളുള്ള എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ രണ്ട് എനർജി നമുക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പ്രൂവ് ചെയ്തെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പ്രൂഫിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആദ്യം ഒരു പൈപ്പ്, ആ പൈപ്പിന്റെ പ്രത്യേകത അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ വേരിയേഷൻ വരുന്നുണ്ട് അല്ലെ. ഇവിടെ ക്രോസ് സെക്ഷൻ കുറച്ച് ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തുണ്ട്? കുറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇവിടുത്തെ ഏരിയ A1 ആണ്, ഇവിടുത്തെ ഏരിയ A2 ആണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു മെഷീൻ കൊണ്ട് തള്ളുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ ഉണ്ട് അല്ലെ. ഇവിടെയുള്ള പ്രഷർ P1 ആണ്. ആ പ്രഷർ കൂടുതലും അപ്പുറത്തെ പ്രഷർ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടുന്ന് ഇങ്ങോട്ടുള്ള എന്താണ്? P2 ആണ്. അപ്പൊ ആ പ്രഷർ അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രഷർ P2 ആണ്, ഇവിടുന്ന് കൊടുക്കുന്ന പ്രഷർ എന്താണ്? P1 ആണ്. ഈ ഒരു പ്രഷർ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഫ്ലൂയിഡ് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ രണ്ട് എൻഡിലുള്ള പ്രഷർ, ആ പ്രഷർ നമ്മുടെ എൻഡിൽ ഇങ്ങോട്ടാണ്, അവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ
ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി v1 ആണ്. ഈ എൻഡിൽ വെലോസിറ്റിയിൽ മാറ്റമുണ്ട്, ദാറ്റ് ഈസ് v2 അല്ലേ. ഇവിടെ വെലോസിറ്റി ഇവിടുന്ന് പ്രഷർ ആണ് ഇങ്ങോട്ട്, വെലോസിറ്റി ഇവിടുന്ന് അങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണ് വെലോസിറ്റി v2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ്. ഓക്കെ, അതായത് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് എന്നർത്ഥം. ഓക്കെ, പ്രഷർ ഈ എൻഡിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് എന്താണ്, അവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലെ. ഇവിടെ പ്രഷർ ഇവിടുന്ന് അങ്ങോട്ടാണ്, ഇവിടുന്ന് ആ തള്ളുന്ന ആ പ്രഷർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഈ പൈപ്പും ഈ രണ്ടും നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഗ്രൗണ്ടിൽ നിന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇവിടെ h1 ഹൈറ്റിലാണ്, ഇവിടെ ആ ഹൈറ്റ് നമ്മൾ h2 ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ, ഫസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ, ഞാൻ ഈ ക്രോസ് സെക്ഷൻ ഏരിയ എ എന്നും ഇതിനെ ഞാൻ ബി എന്നും കൊടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഈ ക്രോസ് സെക്ഷൻ ഏരിയയിൽ ഒരു ∆t സെക്കൻഡ് സമയം കൊണ്ട് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് അവിടെ ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്ന ∆t സെക്കൻഡ് സമയം കൊണ്ട് ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിൽ ഫ്ലൂയിഡ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ∆s1. അതേസമയം ഇവിടെ നിന്നും അല്ലെ, ഇപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിച്ചു, ബി എൻഡിൽ ഇപ്പൊ ഒരു പോയിന്റ് ബി ആണെങ്കിൽ ഇവിടെ നിന്നും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതേ ടൈം ∆t സമയത്ത് ഇവിടുന്ന് ഫ്ലോ ചെയ്യുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന എത്തുന്ന ഡിസ്റ്റൻസ് ∆t സെക്കൻഡ് സമയം കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ∆s2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സംഗതികൾ നമ്മൾ കിട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രഷർ കാരണം അല്ലെ, പ്രഷർ കൊടുത്തിട്ട് ഈ പ്രഷർ കാരണം ഒരു പ്രഷർ ഒരു സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും, ഒരു ഫോഴ്സ് ഉണ്ടാകുമല്ലോ. ആ ഫോഴ്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രഷർ കാരണം ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ദാറ്റ് ഈസ് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്, പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എൻഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1 എന്ന് കൊടുക്കാം. ആ ഫോഴ്സ് F1നെ നമുക്ക് ഇവിടുത്തെ പ്രഷർ P1 ആണ്, ഇവിടുത്തെ ഏരിയ A1 ആണ്. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് P1 ഇൻറ്റു A1. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രഷർ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എന്താണ്, എങ്ങനെയാണ് ഫോഴ്സ് വന്നത്, ഈ പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് F1 is equal to P1. അങ്ങനെ ഒരു ഫോഴ്സ് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. അപ്പൊ ഒരു ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ബോഡിയുടെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫോഴ്സ് അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം അല്ലേ, ചെയ്യാലോ. യെസ്, പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡൺ, നമ്മൾ ഈ എൻഡിലുള്ള ഫസ്റ്റ് എൻഡിലുള്ള വർക്ക് ഡണ്ണിനെ നമ്മൾ W1 എന്ന് പറയാം. അപ്പൊ ഈ പ്രഷർ കാരണം ഇവിടെ ഫോഴ്സ് ഉണ്ടാകുന്നു, ആ ഫോഴ്സ് കാരണം ഈ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നു, അങ്ങനെ ഈ എൻഡിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ. ഓക്കെ, ആ വർക്ക് ഡൺ നമ്മൾ കാണാൻ പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റ്, ദ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് എ. ഓക്കെ, ദ വർക്ക് ഡൺ on the fluid at the end A is, ആ വർക്ക് ഡണ്ണിനെ നമ്മൾ W1 എന്ന് കൊടുക്കുകയാണ്. സോ W1നെ ഞാൻ എഴുതാണ്, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആ എൻഡിൽ ഉണ്ടാകുന്ന ഫോഴ്സിന് F1 എന്ന് കൊടുക്കുകയാണ്. F1 ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, ആക്ച്വലി ദാറ്റ് ഈസ് ∆s1 ആണ് അല്ലെ. ഇവിടുത്തെ ഫോഴ്സ് F1 എന്ന് കൊടുക്കുകയാണ്, F1 ഇൻറ്റു ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ∆s1 എന്ന് കൊടുക്കുകയാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് വർക്ക് ഡൺ. ഓക്കെ, ഇനി ഈ ഫോഴ്സിനെ നമുക്കിവിടെ ഫോഴ്സ് ആയിട്ടാണോ തന്നിട്ടുള്ളത്, അല്ല, ഇവിടെ പ്രഷറും ഏരിയ ഉണ്ട്, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കിട്ടും. സോ ഇതിനെ മാറ്റിയിട്ട് ആ F1 എന്നുള്ളതിനെ മാറ്റിയിട്ട് P1 A1. സോ F1 ഈസ് P1 അല്ലെ, പ്രഷർ ഇൻറ്റു ഏരിയ ഗീവ്സ് ഫോഴ്സ് അല്ലെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ F1നെ നമുക്ക് P1 A1 എന്ന് എഴുതാം into ∆s1. What is actually ∆s1? ∆s1 എന്ന് പറഞ്ഞാൽ ∆t ടൈമിൽ അല്ലെ, ഈ ∆t ടൈം ഇന്റർവെല്ലിൽ ഈ ഏരിയ ക്രോസ് സെക്ഷൻ ക്രോസ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. ഇവിടെയുള്ള വെലോസിറ്റി നമുക്കറിയാം v1 ആണ്. സോ നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതിക്കൂടെ, ഡിസ്പ്ലേസ്മെന്റിന്റെ വെലോസിറ്റി ഇൻറ്റു ടൈം. ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ∆s1നെ, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഇവിടെയുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ഇൻറ്റു ഇവിടെ നിങ്ങോട്ട് എത്താൻ എടുത്ത സമയം, ദാറ്റ് ഈസ് ∆t എന്ന് എഴുതാമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ∆s1ന് പകരം ഞാൻ v1 ഇൻറ്റു ∆t എന്ന് എഴുതാണ്. സോ ഇവിടെ ഞാൻ എഴുതി ഈ ഫസ്റ്റ് എൻഡിൽ ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് P1 A1 v1 ∆t എന്ന് എഴുതുകയാണ്. ഈ ഒരു സംഗതി ക്ലിയർ ആണല്ലോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് ഈസ് A1 v1 ∆t. A1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, A1 എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്.
And what is V1 delta T? V1 delta T എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എസ് വൺ ആണല്ലോ. അപ്പോൾ ശരിക്കും ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഈ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? ആക്ച്വലി ഇത്രയും പോർഷന്റെ വോള്യം അല്ലേ കിട്ടുക? ആ വോള്യത്തെ നമുക്ക് ഡെൽറ്റ വി എന്ന് കൊടുക്കാം. സോ ഇതിനെ ഒന്നുകൂടെ ഞാൻ മോഡിഫൈ ചെയ്തിട്ട് P1 into delta v എന്ന് കൊടുക്കുകയാണ്. വാട്ട് ഈസ് ഡെൽറ്റ വി? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ടൈമിൽ ഈ എ എന്ന് പറയുന്ന ക്രോസ് സെക്ഷൻ ഏരിയ ക്രോസ് ചെയ്യുന്ന ആ ഫ്ലൂയിഡിന്റെ വോള്യമാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. സോ P1 ഡെൽറ്റ വി എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1. സിമിലർലി നമ്മൾ പറയാണ് അടുത്തത് the work done. Similarly, the work done on the fluid at the end B, at the B is, അതായത് ഡെൽറ്റ ടി ടൈം ആ സമയം എന്താണ്? ഇൻ ഡെൽറ്റ ടി സെക്കൻഡ് ടൈമും കൂടി പറയും, ഡെൽറ്റ ടി സെക്കൻഡ്സ്. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെ ഇൻ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി സെക്കൻഡ് സമയത്തിൽ ചെയ്യുന്ന ബി എന്ന് പറയുന്ന എൻഡിൽ ചെയ്യുന്ന വർക്ക് ഡൺ. ഇവിടെ നമുക്ക് ആക്ച്വലി നമുക്കറിയാം ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങട്ടാണ് അല്ലെ, അറ്റ്മോസ്ഫിയർ ഇപ്പോൾ എയറിലേക്ക് ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങട്ടാണ് എന്ത് ഇവിടെ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് P2 ഇങ്ങോട്ടാണ്. ഫ്ലൂയിഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അപ്പോൾ പ്രഷർ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്, പ്രഷർ അവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ ഫോഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ടാവും. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആകുമ്പോൾ ഒരു സംഗതി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ് വർക്ക് ഡൺ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് അങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റും ആണെങ്കിൽ അവിടെ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 180 ഡിഗ്രി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ എൻഡിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. അപ്പൊ ആ വർക്ക് ഡൺ അത് നമ്മൾ W2 എന്ന് കൊടുക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ നിന്നുള്ള ഫോഴ്സിനെ F2 എന്ന് കൊടുക്കുകയാണ്. ആ ഫോഴ്സിനെ F2 എന്ന് കൊടുക്കുകയാണ് ഇൻടു ആ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോഴും അല്ലെ, ഈ പ്രഷർ കാരണം ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ആ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ടി സെക്കൻഡ് സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ S2 ആണ്. സോ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് ഡെൽറ്റ S2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. എന്തിനാ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്? ഹിയർ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കാരണം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ അവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ ഫോഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് അതിന് ഓപ്പോസിറ്റ് ആണ്. സോ there is a negative sign. Okay, negative sign എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വാട്ട് ഈസ് F2? F2 എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ആണ്. ആ ഫോഴ്സിനെ നമുക്ക് പ്രഷർ ഇൻടു ഏരിയ എന്ന് പറഞ്ഞൂടെ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു അല്ലെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻടു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് മൈനസ് പ്രഷർ എന്താണ്? അവിടുത്തെ പ്രഷർ P2 ആണ്. ഏരിയ എന്താണ്? ദാറ്റ് ഈസ് A2 ആണ്. അപ്പൊ P2 ഇൻടു ഏരിയ ദാറ്റ് ഈസ് ഫോഴ്സ്. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡെൽറ്റ S2 നെ നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ S2 എന്ത് കൊടുക്കാൻ പറ്റും? ഈ ഡിസ്റ്റൻസിനെ ഇവിടുത്തെ വെലോസിറ്റി ഇൻടു ടൈം കൊടുത്തൂടെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻടു ടൈം അല്ലേ. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ S2 നെ അവിടുത്തെ വെലോസിറ്റി ദാറ്റ് ഈസ് V2 ഇൻടു ടൈം ദാറ്റ് ഈസ് ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി നമ്മൾ നോക്കൂ ഈ A2 V2 ഡെൽറ്റ ടി. A2 എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ, ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അതുപോലെ V2 ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഇസ് V2? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡെൽറ്റ S1 ആണ്. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഈ ഡിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇവിടുത്തെ വോള്യമാണ്. ഇതൊരു ഇൻകംപ്രസിബിൾ ഒരു ഫ്ലൂയിഡ് ആണ്. ഒരു സ്റ്റഡി ഫ്ലോയിലുള്ള ഒരു ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണെങ്കിൽ യൂണിറ്റ് ടൈമിൽ ഇവിടെ ക്രോസ് ചെയ്യുന്ന വോള്യം ആണെങ്കിലും ഇവിടെ ക്രോസ് ചെയ്യുന്ന വോള്യം ആണെങ്കിലും സെയിം ആയിരിക്കും. ഓക്കെ, സോ ദ സെയിം വോള്യം വിൽ ബി ദർ. സോ യു ക്യാൻ ദാറ്റ് ഈസ് മൈനസ് P2 ഇൻറ്റു ഇതിന് നമുക്ക് വോള്യം എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ വി ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ 2. അതിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ രണ്ട് വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്തു? കണ്ടു. സോ ഐ എം ആസ്കിങ് വാട്ട് വിൽ ബി ദ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദിസ് ഫ്ലൂയിഡ് അല്ലേ. ഈ എൻഡിലും വർക്ക് ചെയ്യുന്നുണ്ട്, ആ എൻഡിലും ചെയ്യുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ? ഈ ഫ്ലൂയിഡിന്റെ മുകളിൽ ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്താ? ഈ രണ്ട് വർക്ക് ഡൺ കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ. W1 plus W2. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ. നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ പോവാണ്. ടോട്ടൽ വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു comma W is equal to W1 plus W2. That is W is equal to what is W1? That is P1 delta V. P1 delta V plus minus P2 delta V. That is minus P2
delta V, and this is equation 3. അതിനെന്ത് കൊടുക്കുകയാണ് equation 3. Or you can say, you can write also, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, or P1 minus P2 into delta V. Here delta V is common, so you can write P1 minus P2 into delta V. Okay, അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷൻ എന്ത് കൊടുക്കുകയാണ്, ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. ദിസ് ഈസ് ഇക്വേഷൻ 3. അപ്പോൾ ഇത്രയും കാര്യം എഴുതിയ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്ക് വായിക്കണം, ഒരു കുറച്ച് ലെങ്തി ഡെറിവേഷൻ ആണ്, 2 സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ വർക്ക് കാണാണ്, ഈ എൻഡിൽ ഉണ്ടാകുന്ന വർക്ക് സിമിലർലി അപ്പുറത്തെ എൻഡിൽ ഉണ്ടാകുന്ന വർക്ക്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ എൻഡിലും അപ്പുറത്തെ എൻഡിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയിലെ ചേഞ്ച്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയിലെ ഡിഫറൻസ്, ആ 2 സംഗതി കൂടെ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഇത്രയും കാര്യം എഴുതിയെടുത്ത് വിചാരിക്കും. അപ്പോൾ ഈ ഫ്ലൂയിഡിന്റെ മുകളിൽ എക്സ്റ്റേണൽ, അതായത് ആകെ ചെയ്യുന്ന വർക്ക് ഡൺ നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഈ വർക്ക് ഡണ്ണിന്റെ, അതായത് ഫ്ലൂയിഡിന്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡണ്ണിന്റെ നമ്മൾ വർക്ക് എനർജി തിയറം നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ. വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് വർക്ക് എനർജി തിയറം. അതായത് ഒരു ബോഡിയുടെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അതിന്റെ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ ദ വർക്ക് ഡൺ on a body is equal to the change in kinetic energy. ആ ബോഡിക്ക് ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഹൈറ്റിലും ഒരു ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡണിൽ ഒരു പാർട്ട് ഇവിടെ കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് വേണ്ടിയും മറ്റൊരു പാർട്ട് ഗ്രാവിറ്റേഷണൽ എനർജിയുടെ ചേഞ്ചിന് വേണ്ടിയും എന്ത് ചെയ്യും, ഉപയോഗിക്കും. അതായത് നമ്മൾ ഇതിന്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് കൈനറ്റിക് എനർജി ആയിട്ടും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ടും എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ആദ്യം നമുക്ക് ഇവിടുത്തെ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് എന്താണ് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഡെൽറ്റ കെ. എങ്ങനെ നമ്മൾ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് കാണാം? ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്നും ഈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. എങ്ങനെയാണ് നമ്മൾ ഫൈനൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചാണ്, ഹാഫ് വി സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് V2 എന്നറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുകയാണ് ദാറ്റ് ഈസ് ഹാഫ് എം V2 സ്ക്വയർ, ദിസ് ഈസ് ദ ഫൈനൽ കൈനറ്റിക് എനർജി, മൈനസ് ഹാഫ് എം V1 സ്ക്വയർ, ഹാഫ് എം V1 സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ നിന്നും മാസ്, നമുക്ക് മാസ് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഡെൽറ്റ ടി സെക്കൻഡ് സമയം ഫ്ലോ ചെയ്യുന്ന മാസ് എന്നാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യാം, നമുക്ക് ഡെൽറ്റ ടി സെക്കൻഡ് സമയത്തെ ഫ്ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്ത് ചെയ്യുന്ന വർക്ക്, ആ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ആ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മാസിനെ നമുക്ക് ശരിക്കും ഡെൽറ്റ ടി സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇവിടെ ഫ്ലോ ചെയ്യുന്ന വോളിയം നമുക്കറിയാമല്ലോ, ആ വോളിയം ഡെൽറ്റ വി ആണ്. ഇതിന്റെ ഡെൻസിറ്റി, ഇതൊരു നോൺ ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആണ്, അതിന്റെ ഡെൻസിറ്റി റോ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ഡെൽറ്റ കെ ഇസ് ഈക്വൽ, ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ കെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാസിനെ ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് റോ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാണ്, ഇൻറ്റു V2 സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു റോ ഇൻറ്റു ഡെൽറ്റ വി V1 സ്ക്വയർ എന്ന് എഴുതാണ്, റോ ഇൻറ്റു ഡെൽറ്റ വി. വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് കോമൺ ടേമുകളെ പുറത്തേക്ക് എടുത്തിട്ട് എഴുതാം, ദാറ്റ് ഈസ് ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇതിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഇക്വേഷൻ 4 എന്ന് കൊടുക്കുകയാണ്, ഇക്വേഷൻ 4. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ ആണ്, അതായത് ഫൈനൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്നും ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അതായത് ഹാഫ് mv2 സ്ക്വയർ മൈനസ് ഹാഫ് മാസിനെ നമ്മൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതി. ഓക്കെ, ഡെൻസിറ്റി റോ ആണ്, വോളിയം എന്ന് പറഞ്ഞാൽ ആ ഡെൽറ്റ ടി ടൈമിൽ ഫ്ലോ ചെയ്യുന്ന വോളിയം ഡെൽറ്റ വി ആണ്. അത് ഇവിടെയാണെങ്കിലും സെയിം വോളിയം ആണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. സോ നമ്മൾ അത് സെയിം ഡെൽറ്റ വി കൊടുത്തു, അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ആ ചേഞ്ച് ഉള്ള മാറ്റമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഇതിന് ഇക്വേഷൻ 4 എന്ന് കൊടുത്തു. ഇത് എഴുതിയല്ലോ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എങ്ങനെ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറ്റും? യെസ്, ഇപ്പോൾ കൈനറ്റിക് എനർജി കണ്ട പോലെ തന്നെ ദ ചേഞ്ച് in potential energy, that is delta u is equal to, എങ്ങനെയാ നമ്മൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കാണാം, ഡെൽറ്റ യു is equal to എന്ത് പറയാം, എന്താണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യും, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്,
mgh അല്ലേ? യെസ്. സോ mgh2 അല്ലേ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh2 ആണ്. മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mg. ഇവിടുത്തെ ഹൈറ്റ് എന്താണ്? h1 ആണ്. സോ mgh2 മൈനസ് mgh1. ഇവിടെ ഈ മാസിനെ നമ്മൾ ഡെൻസിറ്റിയുടെയും വോളിയത്തിന്റെയും ടേമിലേക്ക് മാറ്റി എഴുതാണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഇൻറ്റു റോ ഇൻറ്റു ഓക്കെ റോ ഇൻറ്റു ഡെൽറ്റ വി അല്ലേ? ഞാൻ ആദ്യം റോ ആയാലും എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. സോ റോ ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു ജി ഇൻറ്റു h2 മൈനസ് റോ ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു g into h1, and here we can also take the common terms outside, that is rho delta v g into h2 minus h1, and this is equation 5, and this is the change in potential energy. ഇതാണ് change in potential energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഡെൽറ്റ യു is equal to rho delta v g into h2 minus h1. ഇപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വർക്ക് ഡൺ കണ്ടു, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടു, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടു. ഇനി വർക്ക് എനർജി തിയറം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. According to work energy theorem, the total work done on a body is equal to its change in kinetic energy and also the sum of ശരിക്കും എന്താണ് ഹൈറ്റ് ഡിഫറൻസ് കൂടി വരുമ്പോൾ സാധാരണ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. കാരണം എല്ലാ സമയത്തും ഒരേ പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്നാൽ ഹൈറ്റ് ഡിഫറൻസ് കൂടി വരികയാണെങ്കിൽ the total work done is equal to the sum of the change in kinetic energy and the change in potential energy. രണ്ടും പറയണം. അതാണ് പറയുന്നത് W is equal to total work done, W is equal to delta K, that is change in kinetic energy, plus delta U, that is change in potential energy. And now നമ്മൾ substitute ചെയ്യാൻ പോകുന്നത് what is W? like equation 3, ഇത് equation 4 and this is equation 5. like അതിന്റെ ഓരോന്നിന്റെ വാല്യൂസ് നമ്മൾ അവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് what is work done? P1 minus P2 into delta v, P1 minus P2 into delta v, that is work done, is equal to what is delta K? What is change in kinetic energy? നമ്മൾ നേരത്തെ കിട്ടിയതാണ്. that is half into rho into delta v into that is v2 square minus v1 square, and this is the change in kinetic energy, plus what is the change in potential energy? that is rho into delta v into g into h2 minus h1, h2 minus h1. ഇവിടെ എല്ലാ ടേമിലും നമ്മൾ ഒരു കോമൺ ടേം വരുന്നുണ്ട്. what is that? that is delta v. so you can cancel delta v from each term. so the equation becomes, you can write that is p1 minus p2, p1 minus p2 is equal to half rho, ഞാൻ ഇത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, that is v2 square minus half rho v1 square plus rho g h2 minus rho g h1, rho g h1. and here ഈ നെഗറ്റീവ് ടേം അല്ലെ, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഈ നെഗറ്റീവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. ഇപ്പുറത്തുള്ള നെഗറ്റീവിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതും പോസിറ്റീവ് ആവും അല്ലെ. ഇവിടെ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ. അതല്ലെങ്കിൽ ഇവിടെ p1 എന്നുള്ള ടേം ഉണ്ട്, v1 എന്നുള്ള ടേം ഉണ്ട്, h1 എന്നുള്ള ടേം ഉണ്ട്. അപ്പോൾ 1 ഉള്ള ടേമുകളൊക്കെ LHSലേക്ക് കൊണ്ടുവരിക, 2 ഉള്ള ടേമുകളൊക്കെ RHSലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും ശ്രദ്ധിച്ചോളൂ, p1, ഈ p2 അങ്ങോട്ട് പോകും. ഓക്കെ, പിന്നെ ഇവിടെ 1 ഉള്ള ടേം ഇതാണ് അല്ലെ, മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ. ഓക്കെ, ഈ മൈനസ് റോ ജി h1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് റോ ജി h1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് p2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ദാറ്റ് ഈസ് p2 പ്ലസ് ഇവിടെ എന്തുണ്ട്, ഹാഫ് റോ v2 സ്ക്വയർ ഉണ്ട്, ഹാഫ് റോ v2 സ്ക്വയർ പ്ലസ് റോ ജി h2. സോ ഈ ഇക്വേഷൻസ് രണ്ട് സൈഡും നോക്കൂ, p1 പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ പ്ലസ് റോ ജി h1 അല്ലേ. അടുത്ത് നോക്കൂ p2 പ്ലസ് ഹാഫ് റോ v2 സ്ക്വയർ പ്ലസ് റോ ജി h2. ശരിക്കും
P1 എന്ന് പറഞ്ഞതിന് നമുക്ക് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയാൻ പറ്റും. ആൻഡ് ഹാഫ് റോ V1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശരിക്കും നമ്മൾ ഡെൽറ്റ വി കട്ട് ചെയ്ത് പോയത്. അപ്പൊ യൂണിറ്റ് വോള്യത്തിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലെ. ഇതൊക്കെ എന്താണ് യൂണിറ്റ് വോള്യത്തിൽ, ഇത് പ്രഷർ എനർജി, ഇത് യൂണിറ്റ് വോള്യത്തിലെ കൈനറ്റിക് എനർജി, ഇത് പൊട്ടൻഷ്യൽ എനർജി. ഇത് ഏത് എൻഡിലുള്ളതാണ്? ഫസ്റ്റ് എൻഡിലുള്ള, ഫസ്റ്റ് എൻഡിലുള്ള. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, P2 എന്ന് പറഞ്ഞ പ്രഷർ എനർജി അറ്റ് ദ സെക്കൻഡ് എൻഡ് അല്ലെ, ഹാഫ് റോ V2 സ്ക്വയർ, ദാറ്റ് ഇസ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം അറ്റ് ദ സെക്കൻഡ് എൻഡ്. ആൻഡ് റോ GH2, ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സെക്കൻഡ് എൻഡ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ എൻഡിലാണെങ്കിലും ടോട്ടൽ എനർജി അല്ലെ, ടോട്ടൽ എനർജി അറ്റ് ദ ഫസ്റ്റ് എൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജി at the second end. So ഇത് രണ്ടും കൂടി നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH is equal to a constant എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് കാൾഡ്, ഈ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് കാൾഡ്, ഇതിനെയാണ് നമ്മൾ എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്? Bernoulli's equation. This is called Bernoulli's equation. ഇതിനെയാണ് Bernoulli's equation എന്ന് പറയും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ ഒരു റോ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. റോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P by rho പ്ലസ് ഹാഫ്, റോയും കട്ട് ചെയ്യുമ്പോൾ ഹാഫ് V സ്ക്വയർ എന്നുണ്ടാവും, പ്ലസ് ഇവിടെ റോയും കട്ട് ചെയ്യുമ്പോൾ പ്ലസ് GH is equal to a constant എന്ന് പറയാം, a constant. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ P by rho എന്ന് പറയുന്ന ഈ ടേമിന് പറയുന്ന പേരാണ് പ്രഷർ ഹെഡ് എന്നാ പറയാം, പ്രഷർ ഹെഡ്. And this is called velocity head. This is called velocity head. And this is called gravitational head. അതായത് ഹെഡ്, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ആ ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഭാഗങ്ങളാണ്. അതായത് P by rho എന്ന് പറഞ്ഞാൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആണ്. ഹാഫ് റോ V സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയെ ഡിപ്പെൻഡ്, അതായത് ഇതിൽ ഈ ഭാഗം വെലോസിറ്റിയാണ് അല്ലെ, കൈനറ്റിക് എനർജിയിലെ വെലോസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹൈറ്റ് അല്ലെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഹൈറ്റ് അനുസരിച്ച് ഗ്രാവിറ്റേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ടേമിനെയും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. ഇതും എന്ത് തന്നെയാണ് അറിയപ്പെടുന്നത്? ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ കാൾഡ് Bernoulli's equation. And this is also called Bernoulli's equation. And this is also another form of Bernoulli's equation. ഇതൊക്കെ Bernoulli's equationന്റെ ഓരോ ഫോമുകളാണ്. ആൻഡ് ദിസ് ഈസ് ഇതാണ് Bernoulli's equationന്റെ പ്രൂഫ്. അതായത് ടോട്ടൽ എനർജി അല്ലെ, ലെഫ്റ്റ് എൻഡിലെ ടോട്ടൽ എനർജിയും റൈറ്റ് എൻഡിലെ ടോട്ടൽ എനർജിയും എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Bernoulli's പ്രിൻസിപ്പിൾ പറയുന്നത് തന്നെയാണ്. ഒരു ഫ്ലൂയിഡ് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ എനർജി ഏതൊക്കെ എനർജിയാണ്? പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതാണ് Bernoulli's പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡെറിവേഷൻ ആണ്. എക്സാമിന് 4 മാർക്കിനൊക്കെ ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഈ ഇത്രയും ഭാഗങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ പാസ്കൽസ് ലോ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻസ് പറഞ്ഞു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ Bernoulli's പ്രിൻസിപ്പിൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ.